നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഒപ്പുവെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കരാർ പ്രകാരം ഇനി 2039 പകരം 2034 തന്നെ സംസ്ഥാനത്തിന് 15 വർഷം കഴിയുമ്പോൾ സർക്കാരിന് ഇതിന്റെ വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങും. 2034 ആകുമ്പോൾ 1%, അത് പിന്നീട് കൂടിക്കൂടി 40 വർഷത്തെ കരാർ അവസാനിക്കുമ്പോൾ 21%. ഇങ്ങനെയാണ് സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാറിന്റെ സ്വഭാവം. സർക്കാരിന് വരുമാന നേട്ടമുണ്ടാകുന്നത് ആദ്യം വിഭാവനം ചെയ്തിരുന്നതിനേക്കാൾ നേരത്തെയാകും എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റൊന്ന്, നിർമ്മാണ കരാർ പ്രകാരം അദാനി തുറമുഖ കമ്പനിക്ക് കൈമാറേണ്ട ഭൂമി കൃത്യസമയത്ത് ഏറ്റെടുത്തു നൽകുവാൻ കഴിയാത്തതിനാൽ ഏതാണ്ട് 30 കോടിയോളം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകേണ്ടിയിരുന്നു. പുതിയ കരാർ പ്രകാരം ആ പണം ഇനി നൽകേണ്ടതില്ല. ഇപ്പോൾ നിലവിൽ വർഷം തോറും 10 ലക്ഷം കണ്ടെയ്നറുകളാണ് തുറമുഖത്തിന്റെ കൈകാര്യശേഷി. 2028 നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അത് 30 ലക്ഷമാകും. പക്ഷേ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് 45 ലക്ഷം വരെ ഉയരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. മറ്റൊന്ന്, ഈ കരാർ പ്രകാരം 408.90 കോടി സംസ്ഥാനം VGF വിഹിതമായി അദാനി ഗ്രൂപ്പിന് നൽകേണ്ടിയിരുന്നു. പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത് 365.10 കോടി നൽകിയാൽ മതി. അതിൽ ഇപ്പോൾ 189.90 കോടി നൽകും. ബാക്കി നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകും. 2ഉം 3ഉം ഘട്ടത്തിന്റെ ചിലവ് മുഴുവനും അദാനി ഗ്രൂപ്പാണ് വഹിക്കുന്നത്. അതിനായി അവർ 10,000 കോടി രൂപ ചെലവ് കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് അദാനി കമ്പനിക്ക് 2028 തിരികെ നൽകേണ്ട 175.2 കോടി സർക്കാരിന് നികുതിയിൽ നിന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ഇനി ഈ പദ്ധതിയുടെ ഒരു സാധ്യതാ പഠന റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 40 വർഷ കരാർ കാലയളവിൽ ഏകദേശം 54,750 കോടി രൂപയുടെ ഒരു മൊത്ത വരുമാനം ഉണ്ടാകും. അതിൽ ഏകദേശം 6,300 കോടി സംസ്ഥാനത്തിന് ലഭിക്കും. അതുപോലെ 2028 തുറമുഖത്തിന്റെ 3 ഘട്ടങ്ങളും പൂർത്തിയായി പൂർണ്ണശേഷി കൈവരിക്കുന്നതോടെ മൊത്ത വരുമാനം 2,15,000 കോടി രൂപയാകുമെന്നും മന്ത്രിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 8,867 കോടിയാണ്. അതിൽ സംസ്ഥാനം ചെലവിടുന്നത് 5,595 കോടിയാണ്. ആ 5,595 കോടിയിൽ 2,159.39 കോടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെലവിട്ട് കഴിഞ്ഞു. ഈ ഒന്നാം ഘട്ടത്തിൽ അദാനി കമ്പനി മുടക്കുന്നത് 2,454 കോടിയാണ്. ഇതിനോടൊപ്പം ഈ ഒന്നാം ഘട്ടത്തിൽ 817.80 കോടി കേന്ദ്രത്തിന്റെ VGF വിഹിതമുണ്ട്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ കാര്യത്തിലുള്ള തർക്കവും ആശയക്കുഴപ്പവും ഇപ്പോഴും തുടരുകയാണ്. ഈ 40 വർഷത്തെ കരാർ കാലയളവിൽ തുറമുഖത്തിൽ നിന്ന് മൊത്തം 54,750 കോടി വരുമാനം പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ 2,15,000 കോടിയാകും എന്നൊരു സാധ്യതാ പഠനം വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 35,000 കോടി വരുമാന വിഹിതമാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. അതിൽ GSTയിൽ 29,000 കോടിയും ലഭിക്കും. പിന്നെ കോർപ്പറേറ്റ്, പ്രത്യക്ഷ വരുമാന നികുതി, ഇതിലൊക്കെ വർധനയുണ്ടാവും. 36 വർഷത്തെ പ്രവർത്തന കാലയളവിൽ 48,000 കോടി സർക്കാരിന് കിട്ടും. 3 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതോടെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും അധികം ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം മാറുമെന്നാണ് കണക്ക്. ഇപ്പോൾ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ 95% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കരാർ പ്രകാരം ഡിസംബർ മാസത്തിലാണ് കമ്മീഷനിങ് നടക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ തീയതി ലഭിക്കാത്തതിനാൽ അത് നീണ്ടു പോകുന്നു എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഉദ്ഘാടനം വൈകിയാലും ഈ ഡിസംബറിൽ തന്നെ തുറമുഖത്തിന്റെ ഔദ്യോഗികമായ പ്രവർത്തനം തുടങ്ങും എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വെല്ലുവിളികൾ അതിജീവിച്ച് വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. 2ഉം 3ഉം 4ഉം ഘട്ടങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ ഒരേ സമയം 5 മദർഷിപ്പുകൾ ഇവിടെ ബെർത്ത് ചെയ്യും എന്നാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം റോഡ്, റെയിൽ കണക്ടിവിറ്റി വികസിപ്പിക്കുക എന്ന വലിയൊരു കടമ്പ കൂടി സർക്കാരിന് മുന്നിലുണ്ട്. അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിലും വരും നാളുകളിൽ വളരെ ഊർജിതമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ പദ്ധതിയുടെ കരാർ പ്രകാരമുള്ള പണി കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തതിനെ ചൊല്ലി സർക്കാരും അദാനി കമ്പനിയും തമ്മിലുണ്ടായ ആർബിട്രേഷൻ നടപടികൾ ഇപ്പോൾ ഒത്തുതീർപ്പായിട്ടുണ്ട്. അതുപ്രകാരം സർക്കാർ ഒരുവിധ നഷ്ടപരിഹാരവും ഇപ്പോൾ നൽകേണ്ടി വരുന്നില്ല. ഈ ആർബിട്രേഷൻ നടത്തിപ്പിനായി ഇതുവരെ തന്നെ ഏകദേശം 6 കോടി രൂപയോളം സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുടർന്നു പോകുന്ന പക്ഷം സർക്കാരിന് കൂടുതൽ ചിലവ് ഈ ഇനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് വിഴിഞ്ഞത്തു നിന്നും ബാലരാമപുരത്തേക്കുള്ള തുരങ്ക റെയിൽപാതയുടെ കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനങ്ങൾ വന്നു എന്ന വാർത്തയും വന്നിട്ടുണ്ട്. ഈ തുരങ്ക റെയിൽപാതയുടെ നിർമ്മാണത്തിനായി ഒരു അന്താരാഷ്ട്ര കൺസൾട്ടന്റിനെ നിയമിക്കുവാൻ
ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 5.5 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് വേഗത്തിൽ ഇതിന്റെ ജോലി തുടങ്ങുവാനും ഇതിന്റെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേയെ ഏൽപ്പിക്കുവാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായി എന്നൊരു വാർത്തയുണ്ട്. ഈ റെയിൽപാതയുടെ 70% ബാലരാമപുരത്തിനും വിഴിഞ്ഞത്തിനുമിടയിലുള്ള റോഡിനടിയിലൂടെ ആയിരിക്കുമെന്നതിനാൽ ഭൂമി ഏറ്റെടുക്കലിനും മറ്റ് പുനരധിവാസത്തിനുമുള്ള വലിയൊരു ചിലവ് കുറയും എന്നാണ് കണക്ക്. ഈ ടണൽ നിർമ്മിക്കുവാനായി നെതർലാൻഡ്സിൽ നിന്നുള്ള കമ്പനിയെയാണ് അതിന്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് സർക്കാർ സമീപിക്കുന്നു എന്നും പറയുന്നുണ്ട്. വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10.7 കിലോമീറ്റർ റെയിൽപാതയാണ് വരുന്നത്. അത് പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞത്തു നിന്നുള്ള റെയിൽ കണക്ടിവിറ്റി ഉറപ്പാകുകയാണ്. ഈ ഭൂഗർഭ റെയിൽപാതയുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ചാനലിൽ മുൻപ് പല വീഡിയോകളും ചെയ്തിരുന്നു. അതിലൊക്കെ പുതിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള അപ്ഡേറ്റ് വാർത്തകൾ വരുന്ന ആളുകളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലെത്തി കമ്മീഷനിങ്ങിനോട് അടുക്കുകയാണ്. സപ്ലിമെന്ററി കരാർ ഒപ്പുവെച്ചതോടെ നിയമപരമായിട്ടുള്ള പല കുരുക്കുകളും ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. കമ്മീഷനിങ് കഴിയുന്നതോടെ തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനം തുടങ്ങുകയും അതുവഴി ലോകമെമ്പാടുമുള്ള പല കമ്പനികളുടെയും ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്കുകളുമൊക്കെ വിഴിഞ്ഞത്തേക്ക് എത്തുവാൻ പോകുകയാണ്. ആ ഇനത്തിലും ടാക്സായി സർക്കാരിന് വലിയൊരു വരുമാനം ലഭിക്കും എന്ന കാര്യവും ഉറപ്പാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ നിർമ്മാണ വിശേഷങ്ങളുമായി മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.